രാജ്യസേവനത്തെ തന്റെ ജീവിത ദൗത്യമാക്കിയ വ്യക്തിത്വം ശ്രീ ബ്രിജ്ലാൽ ഭട്ട്, പത്മശ്രീ ജേതാവ് 2026. ഭൂമിയിലെ സ്വർഗമെന്ന് ലോകം വാഴ്ത്തുന്ന ഈ മണ്ണ്, പക്ഷേ ഈ സ്വർഗഭൂമിക്ക് ഒരിക്കൽ സ്വന്തം ജനങ്ങൾ ഭയവും അനിശ്ചിതത്വവും മൂലം ഭയന്നോടുന്നതും കാണേണ്ടി വന്നു. വർഷം 1990. വീടുകൾ ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിക്കാനിടയാക്കിയ ആ കാലം പലരും ഭയന്നോടിയപ്പോൾ ബ്രിജ്ലാൽ ഭട്ട് പിന്തിരിഞ്ഞില്ല. എന്റെ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനമുണ്ടായിരുന്നു: കശ്മീർ വിട്ടു പോകില്ല. കാരണം ഞങ്ങളുടെ സ്വാമി വിവേകാനന്ദ മിഷന്റെ ദൗത്യം എന്നും ഇതായിരുന്നു: മനുഷ്യരിലേക്കെത്തുക, രാഷ്ട്രത്തെ ഉയർത്തുക. ഈ ദൃഢവിശ്വാസം അദ്ദേഹത്തോടൊപ്പം വളർന്നത് ബാല്യം മുതൽക്കേ ആയിരുന്നു. അനന്ത്നാഗിലെ വലിയ കൂട്ടുകുടുംബത്തിൽ വളർന്ന അദ്ദേഹത്തിന്റെ പ്രഭാതങ്ങൾ കാശ്മീരിന്റെ ആത്മീയ സൗഹാർദ്ദത്തിന്റെ സാക്ഷ്യങ്ങളായിരുന്നു. ഇന്ദ്രനാഗ് സ്പ്രിംഗിൽ നിന്നും ഗുരുദ്വാരയിലേക്കും ദേവിബൽ ക്ഷേത്രത്തിൽ നിന്നും ഋഷി സാഹിബ് ദർഗയിലേക്കും ഈ ഗംഗാ ജമുനി തെഹ്സീബ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നയിച്ച ലക്ഷ്യമായി മാറി. 55 വർഷത്തിലേറെയായി നാഗ്ദണ്ഡിയിലെ ശ്രീ രാമകൃഷ്ണ മഹാസമ്മേളൻ ആശ്രമവും വിവേകാനന്ദ കേന്ദ്രവും മുഖേന സേവനത്തിന്റെയും ആഗോള സാഹോദര്യത്തിന്റെയും പാതയിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. 1996-97 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാഗ്ദണ്ഡി ആശ്രമം മാതാ ഖീർ ഭവാനിയിലെ സമൂഹ ഭണ്ഡാര പുനരാരംഭിച്ചു. ആദ്യകാലത്ത് നാഗ്ദണ്ഡി ആശ്രമത്തിലെ മാതാ ഖീർ ഭവാനിയിലെത്തിയത് ഏതാനും പേര് മാത്രമായിരുന്നു. എന്നാൽ ഭയത്തിന് വഴങ്ങാതെ ഞങ്ങൾ മുന്നേറി. ആ യാത്രയിലെ ഓരോ പ്രതിസന്ധിയിലും എന്റെ ഭാര്യ ശക്തിയായി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ നിർഭയമായ ചുവടുവെപ്പിന്റെ സ്വാധീനം ഇന്ന് സുവ്യക്തമാണ്. 2024-25 മാത്രം 35,000-ലധികം ആളുകൾ ഇതേ ഭണ്ഡാരയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. സാമൂഹിക സൗഹാർദ്ദത്തിനപ്പുറം അമേരിക്കയിൽ നിന്ന് നേടിയ ഹോർട്ടികൾച്ചർ വിജ്ഞാനവുമായി മടങ്ങിയെത്തിയ അദ്ദേഹം കശ്മീരിലെ തരിശുഭൂമികളിൽ സമൃദ്ധിയുടെ വിത്തുകൾ പാകി. കൃഷിയെ ശാസ്ത്രവുമായി കൂട്ടിയിണക്കി ആപ്പിൾ, വാൾനട്ട് കൃഷിയിൽ സമൃദ്ധിയുടെ പുതിയ മാതൃകകൾ അദ്ദേഹം സൃഷ്ടിച്ചു. കോൾഡ് ചെയിനും ആധുനിക പാക്കേജിംഗും കർഷകർക്ക് പരിചയപ്പെടുത്തി സമൃദ്ധിയുടെ പുതിയ സാധ്യതകൾ തുറന്നു. യോഗ ക്യാമ്പുകൾ, മൂല്യവിദ്യാഭ്യാസ പരിപാടികൾ, യുവജന സംഗമങ്ങൾ ഇവയിലൂടെ ഇന്നും അദ്ദേഹം യുവതലമുറയ്ക്ക് ദിശാബോധം നൽകുന്നു. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ ഫലമായി യഥാർത്ഥ മാറ്റം സംഘർഷത്തിലൂടെയല്ല, വിജ്ഞാനത്തിലൂടെയും അവബോധത്തിലൂടെയുമാണ് ഉണ്ടാകുന്നതെന്ന് കശ്മീരിലെ യുവതലമുറ തിരിച്ചറിഞ്ഞു. ഏറ്റവും വലിയ ശക്തി ഒന്നിച്ചു നിൽക്കുന്നതിലാണെന്നും അംഗീകാരങ്ങൾ കാലം രേഖപ്പെടുത്തും, പക്ഷേ മനുഷ്യഹൃദയങ്ങളിൽ അദ്ദേഹം വിതച്ച പ്രത്യാശ തലമുറകളെ പ്രകാശിപ്പിക്കും. നമ്മുടെ യുവാക്കളുടെ ഊർജവും മുതിർന്നവരുടെ ജ്ഞാനവും ഒന്നിക്കുന്ന ദിവസം. അങ്ങനെ കശ്മീർ വീണ്ടും ഒരു പൂച്ചെണ്ട് പോലെ മനോഹരമായി പൂത്തുലയും. വ്യക്തിപരമായ ഒരു സവിശേഷത എന്നതിലുപരി അദ്ദേഹത്തിന്റെ യാത്ര ഇന്ന് അനേകം തലമുറകളുടെ വഴികാട്ടിയായി മാറിയിരിക്കുന്നു. ശ്രീ ബ്രിജ്ലാൽ ഭട്ട്, പത്മശ്രീ 2026.